ഹലോ ഓൾ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടുത്തെ ത്രെഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന നീഡിൽ വന്നിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സിൽക്ക് ത്രെഡ്, സരി ത്രെഡ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് 2 ലൈൻസ് വന്നിട്ട് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് സിൽക്ക് ത്രെഡിൽ ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ സിൽക്ക് ത്രെഡ് വന്നിട്ട് ഡബിൾ സ്ട്രാൻഡായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് നീഡിൽ കുത്തിയിട്ട് അടിയിൽ നമ്മുടെ ഫ്രെയിമിൻ്റെ അടിയിൽ ത്രെഡ് ഉണ്ടല്ലോ, അത് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്തു. ഓക്കെ, എന്നിട്ട് മുകളിലത്തെ ആ ലൈനിലേക്ക് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അടിയിൽ നിന്ന് നമ്മൾ ത്രെഡ് മുകളിലേക്ക് എടുത്തു. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ത്രെഡ് നീഡിലുണ്ടല്ലോ അത് അങ്ങനെ ടേൺ ചെയ്യാം. ടേൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം കുത്തിയ പോയിൻ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ നീഡിൽ കുത്തിയ പോയിൻ്റ്, ആ പോയിൻറ്റിലേക്ക് ആ ത്രെഡ് ഒന്നിങ്ങനെ വലിച്ചെടുക്കുക. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് കുത്തി ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ത്രെഡ് ശരിക്കും വലിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്താ പറയുക, ഈ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാമല്ലേ ഒരു ലോക്ക് പോലെ, ഒരു ഇത് നോട്ട് പോലെ വന്നേക്കണം, അത് വന്നിട്ട് നമുക്ക് ഫോം ആവത്തുള്ളൂ. ഓക്കെ, ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. എന്നിട്ട് നമ്മൾ ആ ലോക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് എത്രത്തോളം ഡിസ്റ്റൻസിലാണോ നിങ്ങൾക്ക് ബട്ടൺ ഹോൾ വേണ്ട ആ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് നമ്മൾ അടുത്ത ചെയിൻ സ്റ്റിച്ച് വന്നിട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയാണ് കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ അവിടെ, അല്ല ഈ ഒരു ഇതാണ് വേണ്ടതെങ്കിൽ ഇവിടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തു. എന്നിട്ട് അഗെയിൻ നമ്മൾ മുകളിലത്തെ ലൈനിലേക്ക് കുത്തിയിട്ട് നമ്മൾ ത്രെഡ് വന്നിട്ട് പുറത്തെടുക്കുകയാണ്. എടുത്തില്ലേ? ഇനി ഈ നീഡിൽ അങ്ങനെ ഡയറക്ഷൻ ടേൺ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അവിടേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാം. അപ്പോൾ നമുക്ക് അവിടെ ആ നോട്ട് ഇവിടെ കറക്റ്റായിട്ട് വീണിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ലോക്ക് സ്റ്റിച്ച് ഇട്ടു. അഗെയിൻ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു സ്റ്റിച്ച്. എന്നിട്ട് ആ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുക. താഴേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു നോട്ട് വീഴും. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഫ്ലവേഴ്സ്, അതുപോലെ ലീവ്സ്, നമ്മൾ കുറച്ച് അധികം യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ആരി എംബ്രോയിഡറിയിൽ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സിൽക്ക് ത്രെഡിലാണ് ചെയ്യുന്നത്. ഇത് തന്നെ നെക്സ്റ്റ് ഇതിൽ വന്നിട്ട് സരി ത്രെഡിലും എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഈ കാണുന്ന പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാനത് എടുത്തു, കുത്തിയിട്ട് വലിച്ചെടുക്കുക. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ താഴേക്ക് വലിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വലിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ആവുള്ളൂ. ഇഫ് സപ്പോസ് നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ തന്നെ ഈ ചാനലിൽ ബേസിക് ആയിട്ടുള്ള ആരി ചെയിൻ സ്റ്റിച്ച്, അതുപോലെ ഓരോ സ്റ്റിച്ചസും വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ ഡിസൈൻ ഓൾമോസ്റ്റ് വന്നിട്ട് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നെക്സ്റ്റ് വന്നിട്ട് എങ്ങനെയാണ് എൻ നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, നമ്മളിത് താഴെ വന്നു. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അത് അഗെയിൻ താഴേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ പോയിൻറ്റിലാണ് നമ്മൾ എൻ നോട്ട് വന്നിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് താഴേക്ക് വലിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് തന്നെ സരി ത്രെഡിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മൾ ഫസ്റ്റ് ഈ താഴത്തെ ലൈൻ ഉണ്ടല്ലോ അതിൽ നിന്ന് കുത്തി ത്രെഡ് എടുത്തു. എന്നിട്ട് നമ്മൾ മുകളിൽ കുത്തുകയാണ്. എന്നിട്ട് ആ നീഡിൽ അങ്ങനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് താഴെ സ്റ്റിച്ച് വീണില്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച്. അതിനുശേഷം നമ്മൾ അഗെയിൻ മുകളിലേക്ക് പോവുകയാണ്. ത്രെഡ് എടുത്തു,
ആ ത്രെഡ് നേരെ താഴേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഈ താഴേക്ക് വലിക്കുമ്പോൾ നമ്മളത് ഒന്ന് ശ്രദ്ധിച്ച് ശരിക്ക് എന്താ പറയുക, നമ്മൾ ആദ്യം കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ പോയിന്റിലേക്ക് നമ്മൾ ആ നീഡിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരണം. എന്നാൽ അത് ത്രെഡ് വലിച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ലോക്ക് വീഴത്തുള്ളൂ. ഓക്കെ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ സിൽക്ക് ത്രെഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഡബിൾ സ്ട്രാൻഡ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. സരി ത്രെഡ് വന്നിട്ട് സിംഗിൾ സ്ട്രാൻഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ സ്ട്രാൻഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എടുത്തു, ജസ്റ്റ് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച്. എന്നിട്ട് ഈ ത്രെഡ് മുകളിലേക്ക് എടുത്തിട്ട് വലിക്കുക. ഇപ്പോൾ സപ്പോസ് നമ്മൾ ശരിക്കും വലിച്ചില്ല എന്നുണ്ടെങ്കിൽ നോക്കി നോക്കുക, ഇതുപോലെ ഈ ത്രെഡ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വലിക്കുന്നത് വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇപ്പോൾ നെക്സ്റ്റ് ടൈം കാണിക്കാം. ഇവിടെ ഇതാ കുത്തിയിട്ട് ആ ത്രെഡ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, നമ്മൾ ആദ്യം കുത്തിയ ഡയറക്ഷനിലേക്ക് ശരിക്കും ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് വീഴും. അല്ലെങ്കിൽ നേരത്തെ കണ്ടില്ലേ അതുപോലെ ഇങ്ങനെ ഒന്ന് പൊന്തി അതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ഇപ്പോൾ ചെയ്തില്ല അതുപോലെ വന്നിട്ട് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി കുറച്ചൊന്ന് സ്പീഡായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിതാ കഴിയാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഇതിൽ ചെയ്ത പോലെ തന്നെ താഴെ ഇതെത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എടുത്തു, ഇവിടെ ഒരു ബട്ടൺ ഹോൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടു, ബട്ടൺ ഹോൾ ഇട്ടിട്ട് ഇവിടെ തന്നെ ഒരു എൻ നോട്ട് ഇട്ടിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വന്നിട്ട് ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോ കാണാനായിട്ട് എൻ്റെ ഈ ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.